നമ്മുടെ പരീക്ഷയൊക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ചാപ്റ്റേഴ്സ് ഇങ്ങനെ വേഗം വേഗം തീർക്കണമെന്ന് ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുമായിരിക്കും. അപ്പം പെട്ടെന്ന് തന്നെ ഈ പോർഷൻസൊക്കെ തീർക്കാൻ ഞാനും കൂടെ അങ്ങോട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാം. അപ്പോഴത്തേനും ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 10 സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്നുള്ള ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ സെൽ സൈക്കിൾ എന്താണെന്നും പിന്നെ മൈറ്റോസിസ്, മിയോസിസ്, പിന്നെ അതിൻ്റെ സിഗ്നിഫിക്കൻസ്, ഈ 5 കാര്യങ്ങൾ മാത്രമേ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുള്ളൂ. പിന്നെ ഇത് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചത് തന്നെയാണ്. കുറച്ച് മോഡിഫിക്കേഷനും കൂടെ വരുത്തി നമ്മളിത് പഠിക്കുന്നതേ ഉള്ളൂ. നമുക്ക് നേരിട്ട് ചാപ്റ്ററിലോട്ട് പോകാം. സമയം തീരെയില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് വേഗം തന്നെ പോകാം. അപ്പം സെൽ സൈക്കിൾ എന്താണെന്നാണ് ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് 3 കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. 3 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യമാണ് സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് വിച്ച് എ സെൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഇറ്റ്സ് ജീനോം, സിന്തസിസ്, other cell constituents and eventually divides into 2 daughter cells is known as cell cycle. അപ്പോൾ ഞാൻ പറയുന്ന 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. 3 കാര്യങ്ങൾ ഇതൊരു സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ആണല്ലോ, അതെല്ലാവർക്കും മനസ്സിലായി. ഒന്നാമത്തെ കാര്യം ഡ്യൂപ്ലിക്കേറ്റ്സ് ഇറ്റ്സ് ജീനോം, ഒന്നാമത്തെ പ്രോസസ്സ്. രണ്ടാമത്തേത് സിന്തസിസ് അതർ സെൽ കോൺസ്റ്റിറ്റ്യൂവൻറ്റ്സ്. മൂന്നാമത്തെ കാര്യം ഇവൻച്വലി ഡിവൈഡ്സ് ഇൻറ്റു 2 ഡോട്ടർ സെൽസ്, 2 ഡോട്ടർ സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ 3 കാര്യങ്ങൾ പഠിച്ചാൽ സെൽ സൈക്കിളിൻ്റെ ഡെഫിനിഷനായി. അപ്പോൾ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ്, ഫസ്റ്റ് പ്രോസസ്സ് സെൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഇറ്റ്സ് ജീനോം. രണ്ടാമത്തേത് സിന്തസിസ് ഓഫ് ഓൾ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഓഫ് സെൽസ് ആൻഡ് ഇവൻച്വലി ഡിവൈഡ്സ് ഇൻറ്റു 2 ഡോട്ടർ സെൽസ് ഈസ് നോൺ ആസ് സെൽ സൈക്കിൾ. അടുത്തത് ഫേസസ് ഓഫ് സെൽ സൈക്കിൾ. ഇതിനെ നമ്മൾ ഈ സെൽ സൈക്കിളിനെ നമ്മൾ 2ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇൻ്റർഫേസ് എന്നും രണ്ടാമത്തേത് എം ഫേസ് എന്നും, അങ്ങനെ 2ആയിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് ഈ പല ഓർഗാനിസത്തിലും, അതായത് ഒരു ഓർഗാനിസത്തിലേക്ക്, അതായത് ഇപ്പം നമ്മുടെ നമ്മൾ തന്നെ ഹ്യൂമൻ ബീങ്സും വേറൊരു ഓർഗാനിസം എന്ന് പറയുന്നത് ഈസ്റ്റുമാണ്. അങ്ങനെയാണെങ്കിൽ ഓർഗാനിസം, അതായത് നമ്മൾ ഹ്യൂമൻ ബീങ്സിൽ 24 മണിക്കൂർ വേണം ഒരു സെൽ സൈക്കിൾ പൂർത്തിയാക്കാൻ. ഈസ്റ്റിലോ 90 മിനിറ്റ്സ് മതി ഒരു ഡ്യൂറേഷൻ, അതായത് ഒരു സെൽ സൈക്കിൾ പൂർത്തിയാക്കാൻ വേണ്ടി 90 മിനിറ്റ്സ് മതി. ഈ സെൽ സൈക്കിളിന് 2 ഫേസസ് ആണ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഒന്നാമത്തെ ഫേസിൻ്റെ പേരാണ് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞത്. ഇൻ്റർഫേസ് ഒരു നോൺ ഡിവൈഡിങ് ഫേസ് ആണ്. അതിനെ ഡിവൈഡ് ചെയ്യപ്പെടുന്നില്ല. അതായത് ഇൻ്റർഫേസിന് 3 ഫേസസ് ഉണ്ട്. പിന്നെയും G1 ഫേസ്, S ഫേസ്, G2 ഫേസ്. അതല്ല, നോൺ ഡിവൈഡിങ് ഫേസ് ആണ്. എം ഫേസ് എന്ന് പറയുന്നത് ഡിവൈഡിങ് ഫേസുമാണ്. എം ഫേസിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്, കാരിയോകൈനൻസിസ് എന്നും സൈറ്റോകൈനൻസിസ് എന്നും. ഇടയ്ക്കൊക്കെ എന്തൊക്കെയോ ഓർമ്മ വരുന്നുണ്ടല്ലേ. കാരിയോകൈനൻസിസ് എന്ന് വെച്ചാൽ ന്യൂക്ലിയർ ഡിവിഷൻ, യൂക്യാരിയോട്സ്, പ്രോക്യാരിയോട്സ്, അതൊക്കെ ഓർത്താൽ മതി. യൂക്യാരിയോട്സ് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിനെ വഹിക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയർ ഡിവിഷനാണ് കാരിയോകൈനൻസിസ്, ഡിവിഷനാണ് കൈനസിസ്. സൈറ്റോകൈനസിസ്, സൈറ്റോ മീൻസ് സെല്ല്, അപ്പോൾ സെല്ലിൻ്റെ ഡിവിഷൻ അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിൻ്റെ ഡിവിഷനെയാണ് നമ്മൾ സൈറ്റോകൈനസിസ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഈ നമ്മൾ പറഞ്ഞ കാരിയോകൈനസിസ്, അതായത് ന്യൂക്ലിയർ ഡിവിഷനെ വീണ്ടും തിരിച്ചിട്ടുണ്ട്. 4 എണ്ണമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. അതായത് PMAT എന്നുള്ള രീതിയിൽ 4ആയിട്ട് തിരിച്ചിരിക്കുന്നു. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. ഇതിനെക്കുറിച്ചാണ്, അത് മിയോസിസിലും മൈറ്റോസിസിലും വ്യത്യസ്തമാണ്. അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. ആദ്യമേ തന്നെ ഈ ഇൻ്റർഫേസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. നോൺ ഡിവൈഡിങ് ആയിട്ടുള്ള ഇൻ്റർഫേസിനെ കുറിച്ച് പഠിക്കാം. ഇൻ്റർഫേസ്, ഇൻ്റർവെൽ ബിറ്റ്വീൻ 2 സക്സസീവ് സെൽ ഡിവിഷൻ ഈസ് കോൾഡ് ഇൻ്റർഫേസ്. 2 സക്സസീവ് ആയിട്ടുള്ള സെൽ ഡിവിഷൻ, അതിൻ്റെ നടുക്കുള്ള ഒരു ഇൻ്റർവെൽ, അതിനെയാണ് നമ്മൾ ഫേസ് എന്ന് പറയുന്നത്. ഈ ഡയഗ്രാമിൽ കാണിക്കുന്നത് പോലെയാണ് ഇൻ്റർഫേസ് നടക്കുന്നത്. ഈ G1, S, G2 ഇത് 3 കൂടെ അടങ്ങിയതാണ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇത്രയും ഭാഗത്തെ നമ്മൾ സൈറ്റോകൈനസിസ്, എം ഫേസ് എന്ന് പറയുന്നത് ഇതാണ്. സൈറ്റോകൈനസിസും കാരിയോകൈനസിസും ഇവിടെ വരുന്നു. നമ്മൾ പറഞ്ഞു കാരിയോകൈനസിസിനെ 4ആയിട്ട് തിരിച്ചിരിക്കുന്നു. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. ആ 4 പാർട്ടാണിത്. പിന്നെ സൈറ്റോകൈനസിസ്, അതായത് സെൽ ഡിവിഷൻ. അത്രയുമാണ് അവിടെ പറയുന്നത്.
ഇൻ്റർഫേസ് എന്ന് പറയുമ്പോഴത്തേനും സീരീസ് ഓഫ് ചേഞ്ചസ് ദാറ്റ് പ്രിപ്പയർ എ സെൽ ഫോർ ഡിവിഷൻ. ഇവിടെ പ്രിപ്പറേഷനാണ് നടക്കുന്നത്. ഒരു സെല്ലിനെ പ്രിപ്പയർ ചെയ്യുകയാണ് ഇൻ്റർഫേസിൽ നടക്കുന്നത്. അതാണ് നമ്മളിപ്പം പഠിക്കും അതെങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. ഇവിടെ സെൽ എക്സ്പീരിയൻസസ് ഗ്രോത്ത്. ഈ കാലഘട്ടത്തിലാണ് ഗ്രോത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. DNA റെപ്ലിക്കേഷൻ ഇൻ ആൻ ഓർഡർലി മാനർ. ഇവിടെ DNA റെപ്ലിക്കേഷൻ നടക്കുന്നതുകൊണ്ട് DNA റെപ്ലിക്കേഷൻ നടക്കാത്ത സ്റ്റേജസും ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് പഠിക്കാം. ഞാനിപ്പോൾ കാണിച്ച ഈ ഡയഗ്രത്തിൽ 95% ഇൻ്റർഫേസാണ്. അതായത് ഇവിടെ തൊട്ട് ഇവിടെ വരെ ഇൻ്റർഫേസാണ്. ഈ ഇത്രയും ഭാഗം മാത്രമേ എം ഫേസ് ഉള്ളൂ. അതുകൊണ്ട് 95% കൂടുതൽ എന്താണ് ഇൻ്റർഫേസാണെന്ന് പറയാം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ലോങ്ങസ്റ്റ് കാലഘട്ടമാണ് ഈ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ ഇൻ്റർഫേസിനെ നമ്മൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. G1 ഫേസ്, S ഫേസ്, G2 ഫേസ്. G1 ഫേസിനെ നമുക്ക് ഗ്യാപ്പ് ഫേസ് എന്ന് പറയാം. S ഫേസ് സിന്തസിസ് ഫേസ് ആൻഡ് G2 ഫേസ് എന്ന ഗ്യാപ്പ് 2 ഫേസിനെയാണ് നമ്മൾ G2 ഫേസ് എന്ന് പറയുന്നത്. G1 ഫേസ് അല്ലെങ്കിൽ നമുക്ക് ഗ്യാപ്പ് ഫേസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫേസാണ് ഓഫ് ഗ്രോത്ത്. അപ്പം വളർച്ചയാണല്ലോ നമ്മൾ പറഞ്ഞു. സെൽ ഗ്രോത്താണ്, സെൽ എക്സ്പീരിയൻസ് ഗ്രോത്താണ്. സ്റ്റേജ് ഡ്യൂറിങ് സെൽ ഗ്രോസ് ആൻഡ് പ്രിപ്പയർ ഇറ്റ്സ് DNA ഫോർ റെപ്ലിക്കേഷൻ. ഇൻ ദിസ് ഫേസ് the cell is metabolically active. A lot of protein and RNA are synthesized during this phase. A large number of nucleotides, amino acids for histone synthesis and energy-rich compounds are formed. ഇതിനകത്ത് ഇത്രയേ പറയുന്നുള്ളൂ. എന്താണ് G1 അവിടെ സ്ഥിതി ചെയ്യുന്നു നോക്കാം. ഇൻ്റർവെൽ ബിറ്റ്വീൻ മൈറ്റോസിസ് ആൻഡ് ഇനീഷ്യൻ ഓഫ് DNA റെപ്ലിക്കേഷൻ. തുടക്കം DNA റെപ്ലിക്കേഷൻ്റെ തുടക്കം G1 ഫേസിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഡ്യൂറിങ് G1 ഫേസ് ഇവിടെ മെറ്റബോളിക്കലി ആക്റ്റീവാണ്. ഒന്നാമത്തെ പോയിന്റ് മെറ്റബോളിക്കലി ആക്റ്റീവാണ്. ആൻഡ് കണ്ടിന്യൂസ് ഗ്രോത്ത് ബട്ട് ഡസ് നോട്ട് റെപ്ലിക്കേറ്റ് DNA. ഇവിടെ DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത് റെപ്ലിക്കേറ്റ് ചെയ്യാത്തത് കൊണ്ട് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ടെന്ന്. റെപ്ലിക്കേറ്റ് ചെയ്യാത്തതാണ് നമ്മുടെ DNA റെപ്ലിക്കേറ്റ് ചെയ്യാത്തതാണ് G1 ഫേസിൽ. ഇവിടെ സിന്തസിസ് ഫേസാണ് സിന്തസിസ്. ഇവിടെ പ്രോട്ടീനും RNA സിന്തസിസ് ചെയ്യുന്നുണ്ട്. അത് ഞാനിപ്പോൾ പറഞ്ഞ നോട്ടിൽ പറയുന്നുണ്ട്. എ ലോട്ട് ഓഫ് പ്രോട്ടീൻ ആൻഡ് RNA ആർ സിന്തസിസ് ഡ്യൂറിങ് ദിസ് ഫേസ്. അപ്പോൾ RNAയും പ്രോട്ടീനും ഇവിടെ സിന്തസിസ് ചെയ്യുന്നുണ്ട്. ഇത് ടെക്സ്റ്റിലല്ലാത്ത സെൻറ്റൻസാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അടുത്തത് S ഓർ സിന്തസിസ് ഫേസ്. നമുക്ക് പേര് വയ്ക്കുന്ന പോലെ തന്നെ സിന്തസിസ് ഫേസ് ആണ്. DNA സിന്തസിസും DNA റെപ്ലിക്കേഷനും ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സിന്തസിസ് ഫേസ് എന്ന് പറയുന്നത്. ഡ്യൂറിങ് ദിസ് ടൈം ദ എമൗണ്ട് ഓഫ് DNA പെർ സെൽ ഡബിൾസ്. അപ്പോൾ ഓരോ DNAയിലെയും ഈ സമയത്ത് ഡബിൾ ആണ് ചെയ്യുന്നത്. DNA ഡബിൾ ആവുന്നു. ഇനീഷ്യൽ എമൗണ്ട് ഓഫ് DNA is denoted as 2C and it increased to 4C. അതിപ്പം 2N 4N ആവുന്നു. ഇരട്ടി ഡബിൾ ചെയ്തു വരികയാണ് ഇവിടെ ചെയ്യുന്നത്. ദർ ഈസ് നോ ഇൻക്രീസ് ഇൻ ക്രോമോസോം നമ്പർ. അപ്പം കോൺസ്റ്റൻ്റ് ആണ്, ക്രോമോസോം നമ്പർ കോൺസ്റ്റൻ്റ് ആണ്. ഇഫ് ദ സെൽ ഹാഡ് ഡിപ്ലോയിഡ് ഓർ 2N number of chromosome at G1, even after S phase the number of chromosome remains the same 2N. അതായത് ഒരു ക്രോമസോമിൻ്റെ നമ്പർ കോൺസ്റ്റൻ്റ് ആണെന്നാണ് പറയുന്നത്. 2N ആണ് തുടക്കത്തിലെങ്കിലും അവസാനം വരുമ്പോഴും 2N തന്നെയായിട്ട് മാറും. In animal cells during the S phase, DNA replication begins in the nucleus and the centriole duplicates in the cytoplasm. During the G2 phase, protein are synthesized in preparation for mitosis while cell growth continues. നമുക്ക് G2 ഫേസിലോട്ട് പോകാം. G2 ഫേസ് എന്ന് പറയുമ്പം സെൽ കണ്ടിന്യൂസ് ഗ്രോത്ത് ആൻഡ് പ്രിപ്പയർ ഇറ്റ് സെൽഫ് ഫോർ ഡിവിഷൻ. The protein and RNA are required for mitosis and synthesis during this stage. അതായത് G1 നടക്കുന്നതിൻ്റെ നമ്മൾ പറഞ്ഞു പ്രോട്ടീൻ സിന്തസിസും RNA സിന്തസിസും G1 ഫേസിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ബാക്കി നടക്കുന്നത് G2 ഫേസിലാണ്. പിന്നെ ഇതിലൊന്നും പെടാത്ത നമ്മൾ പറയാത്തതുകൊണ്ട് G0 ഇവിടെ കുഞ്ഞതായിട്ട് കാണാം. G0 എന്നാണ് പറയുന്നത്. ക്യുസൻ ഫേസ്.
ഈസ് എ സ്റ്റേജ് വെയറിൻ സെൽസ് റിമെയിൻ മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ് but do not proliferate unless called to do so. Such cells are used for replacing the cell lost during injury. അതിനെ ഞാൻ ഷോർട്ടായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. G0 ഫേസിൽ സെൽസ് വിച്ച് ആർ നോട്ട് ഡിവൈഡിങ് ആർ ലൈക്ലി ടു ബി അറ്റ്, അതായത് ഡിവൈഡ് ചെയ്യണമെന്ന് ആഗ്രഹമൊന്നുമില്ല, നമ്മൾ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതാണ് G0 ഫേസ് എന്ന് പറയുമ്പോൾ. അത് ഇനാക്റ്റീവ് സ്റ്റേജാണ്. സെൽ ഡിഫറൻഷിയേഷൻ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ മെറ്റബോളിക്കലി ആക്റ്റീവാണ് ബട്ട് ഡു നോട്ട് പ്രൊലിഫറേറ്റ് അൺലെസ് കോൾഡ് ടു ഡു സോ എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഒരു G0 വരെയുള്ള ഭാഗങ്ങൾ പറയുന്നത്. ഇൻ്റർഫേസ് ഈസ് ഫോളോഡ് എ ഷോർട്ടർ ഫേസ് ഓഫ് ദി സെൽ സൈക്കിൾ കോൾഡ് മൈറ്റോട്ടിക് ഫേസ്. ഇത്രയും കൂടിയാണ് ഈ നമ്മുടെ ഇൻ്റർഫേസ് എന്ന് പറയാനുള്ളത്.